യൂട്യൂബിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ തകർപ്പൻ പെർഫോമൻസിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ശ്രീ അബി, മഞ്ജു ചേച്ചി, നസീർക്ക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ റെഡി ആയിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് ഇതിന്റെ ടൈറ്റിൽ എന്താണെന്ന് അറിയണ്ടേ? ഒരു മരുന്ന് പ്രയോഗം. പങ്കെടുക്കുന്നവർ പാല സന്തോഷ് പ്രഭ, ഷാജി അഴീക്കൽ, മജു അഞ്ചൽ, രാകേഷ് പുന്നപ്ര, റഫീഖ് RMS. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എന്ത് മരുന്ന് പ്രയോഗമാണ് നടത്താൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. കുട്ടികളുടെ നമ്മളെപ്പോലുള്ള പ്രായമായവർക്ക് ഊർജം പകരാൻ അത്രയും നല്ലൊരു ചാനൽ വേറെ ഇല്ല. സമ്മതിച്ചിരിക്കുന്നു. MTV എന്താണെന്നൊന്ന് നോക്കാം. ഇത് വലിയ ഗുണമില്ല. എഫ് തന്നെ വയ്ക്കാം. ഇതെന്താ ആവശ്യത്തിന് റിമോട്ട് വർക്കും ചെയ്യുന്നില്ല? അത് ഉണ്ണിക്കുട്ടാ, മറ്റൊന്നും കൊണ്ടല്ല. ഈ തുണി മേടിക്കാൻ പൈസ ഇല്ലാത്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ പ്രോഗ്രാമാ. പൈസയായിട്ട് നമുക്ക് കൊടുക്കാനില്ല. അപ്പോ ഇത് കണ്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കണമല്ലോ. അപ്പൂപ്പാ, ഇതിനേക്കാളും പാവപ്പെട്ട പെൺകുട്ടികൾ വരുമ്പോ എന്നെ കൂടി വിളിക്കണേ. കൊള്ളാം, എന്റെ കൊച്ചുമോനല്ലേ. അങ്ങനെ വരൂ. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കോ? ആഹാ, അത് ശരി. രാവിലെ തന്നെ വീണ്ടും തുടങ്ങിയോ? അല്ലാതെ ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാ? രാത്രിത്തെ എപ്പിസോഡിന്റെ ബാലൻസ് രാവിലെ 5:30 ഇന്നലത്തെ ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. നീ അകത്ത് പോയിട്ട് ഒരു ഉപ്പ് സോഡ ഇങ്ങെടുത്തേ. ഈ കണക്കിന് നിങ്ങൾ കുറെ ഉപ്പ് സോഡ കുടിക്കും. നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ മനുഷ്യ? അത് പറഞ്ഞ നിനക്ക് മനസ്സിലാകത്തില്ല. പ്രായം എത്രയായിരുന്നു വിചാരം? നമുക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ആയി. ഇനിയെങ്കിലും ദൈവവിചാരമൊക്കെ ആയിട്ട് കൂടിക്കൂടെ എന്നെ പോലെ? അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ഇന്ന് ഞാൻ അമ്പലത്തിലേക്കില്ല, വെള്ളിയാഴ്ച വരാം. അന്നേ നിങ്ങൾ വരുള്ളൂന്ന് എനിക്കറിയാം. അന്നല്ലേ നാരി പൂജ. കറക്റ്റ്. പക്ഷേ ഉപ്പ് സോഡ കിട്ടിയില്ല. അതെ, ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് ഉപ്പ് സോഡ ഇട്ടു തരാം. ഇപ്പൊ നിങ്ങളെ എപ്പിസോഡ് കാണും. ഇതാ ഞാൻ പറഞ്ഞത്, ഈ വീട്ടിലൊരു വേലക്കാരിയെ നിർത്താൻ. ഒരു വേലക്കാരിയോ? ഇപ്പം തന്നെ 17 എണ്ണം ആയല്ലോ. എല്ലാത്തിനെയും നീ പറഞ്ഞു വിടുകയല്ലേ? പറഞ്ഞു വിടുന്ന എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നോണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പട്ടിയൊട്ട് തിന്നുകയില്ല, അത് പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ട. ദാമോദരൻ ചേട്ടാ, ദേ ഒരു സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഈ സാധനത്തിനവിടെ അങ്ങ് ഇറക്കട്ടെ. എന്ത് സാധനം? സാറിന്റെ അച്ഛനാ. ഈ സാധനത്തിന് ആശുപത്രി എന്ന് പറഞ്ഞു വിട്ടതാ. വയസ്സ് 110 ഇനി വീട്ടിലിരുത്തി നോക്കിയാ മതിയെന്ന്. എന്ത് നോക്കിയാ മതിയെന്ന്? എന്റെ അച്ഛനെന്ന് തട്ടി പോണെന്ന് നോക്കിയാ മതിയെന്ന്. എന്നാ ആ സാധനത്തിന് നേരെ പൊക്കിക്കൊണ്ടുപോയി ആ അകത്ത മുറിയുടെ മൂലയിൽ വെച്ചേക്ക്. അതാ പരാസുത. അവിടെ വെച്ചോ, അവിടെ ഇരിക്കട്ടെ. ഓ, 110 വയസ്സായെങ്കിലും കളവന്റെ കനം പോയിട്ടില്ല പണ്ടാറടക്കാനായിട്ട്. എടോ, എന്നാ പിന്നെ ചേട്ടാ ഞങ്ങളുടെ അട്ടിമാറി കൂലി ഇങ്ങോട്ട് തന്നേക്ക്. എന്നാ പിന്നെ ഞങ്ങളങ്ങ് പോയിക്കോളാം. അപ്പോ അത് വെട്ടിപ്പോയി. എന്ത് വെട്ടിപ്പോയെന്ന്? എന്റെ നോക്കുകൂലിയും നിങ്ങളുടെ അട്ടിമറി കൂലിയും തമ്മിലങ്ങ് വെട്ടിപ്പോയിന്ന്. നോക്കുകൂലിയോ? അതെ, നിങ്ങൾ എന്റെ അച്ഛനെ അകത്തോട്ട് കൊണ്ടുപോയപ്പോ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലായിരുന്നോ? അതിന്റെ നോക്കുകൂലി ആര് തരും? ഇതൊരുമാരും മാറ്റോടത്തെ പരിപാടിയായി പോയി. ചൂടായിട്ട് കാര്യമില്ല, നിങ്ങളായിട്ടുണ്ടാക്കിയതല്ലേ നോക്കൂലി. വാളെടുത്തവൻ വളാൽ. ഇനി താമസിക്കണ്ട, കുട്ടപ്പനങ്ങ് പോയാട്ടെ.
ആ അന്ന പിന്നെ ഞാൻ ഇപ്പൊ പോക്കോളാം. എന്നാ പോയാട്ടെ, എന്തിനാ താമസിക്കുന്നേ? ആ അതാ നല്ലത്, പോക്കോളാം. ഇത്തരം ചുമട്ടുതൊഴിലാളികളുടെ ഇടയിൽ സ്ത്രീകൾ നന്നേ കുറവാ. അവര് വരണം, എന്നാലേ ഈ നാട് നന്നാവൂ. പത്രത്തിൽ വാർത്ത നോക്കാന്ന് വെച്ചാ ഒന്നും ഉണ്ടാവില്ല. മാവോയിസ്റ്റ് ആക്രമണം, ഇതൊക്കെ ആർക്ക് വായിക്കണം? മുഖ്യമന്ത്രിയുടെ ലണ്ടൻ യാത്ര, വായിക്കാൻ കൊള്ളാവുന്ന ഒരു വാർത്ത പോലും ഇല്ല. 4 പേര് മരിച്ചു, വെള്ളത്തിൽ മുങ്ങി, ഇതൊക്കെ ആർക്ക് വായിക്കാനാ? ഇന്നലെ ഞാൻ കൊടുത്ത പരസ്യം വന്നു. സുന്ദരിയും 17 വയസ്സുകാരിയും സുമുഖിയും സഹകരണ സ്വഭാവവുമുള്ള വേലക്കാരിയെ ആവശ്യമുണ്ട്. കൊള്ളാം. അമ്മാവൻ നിന്റെ തന്ത. ഗുഡ് മോർണിംഗ് സർ. ഞാൻ പോസിറ്റീവ് പവർ കമ്പനിയിൽ നിന്ന് വരികയാണ്. ഇത് ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ആണ്, പോസിറ്റീവ് പവർ എക്സ്ട്രാ. പ്രായമുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന തെരുതെരുപ്പ്, ക്ഷീണം, ആലസ്യം തുടങ്ങിയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അകറ്റി ഉന്മേഷവും പ്രസരിപ്പും നൽകുന്ന ഒരു അത്യപൂർവമായ പ്രോഡക്റ്റ് ആണ് പോസിറ്റീവ് പവർ എക്സ്ട്രാ. അത് കൊള്ളാവല്ലോടോ കൊച്ചനെ. ഈ മരുന്ന് കഴിച്ചാൽ പ്രായം കുറയുമെന്നുള്ളത് ഉറപ്പാണോ? 100% ഉറപ്പ്. 60-കാരനെ 20-കാരനാക്കും, 80-കാരനെ 30-കാരനാക്കും. ഇതിലെ മുഖ്യ കണ്ടന്റ് എന്താണെന്ന് അറിയാമോ? മുരിങ്ങക്കോലും ഈന്തപ്പഴവും. അത് ബെസ്റ്റ് കണ്ടന്റാ. മുരിങ്ങക്ക എന്ന് പറഞ്ഞാൽ അവനല്ലേ കാ. അമ്മാവൻ ഈ മരുന്ന് കഴിച്ചാൽ തെലുങ്ക് സിനിമയിലെ അല്ലു അർജുനൻ ഡാൻസ് കളിക്കുന്നത് പോലെ തുള്ളി തുള്ളി ചാടി കളിക്കാം.